നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് തെരുവിൽ കഴിയുന്ന വൃദ്ധന് നിത്യവും ഭക്ഷണവുമായി എത്തുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്വകാര്യ ടെലികോം കമ്പനിയിലെ ജീവനക്കാരിയായ റൈമിയാണ് തെരുവിൽ കഴിയുന്ന വൃദ്ധന് 2 മാസത്തോളമായി ഭക്ഷണവുമായി എത്തുന്നത്. രാവിലെ ഓഫീസിൽ പോകാൻ ആലുവയിലെത്തുന്ന റൈമി ആദ്യം സമീപത്തെ ഹോട്ടലിൽ കയറി ഒരു പൊതി ഭക്ഷണം വാങ്ങും. നഗരസഭാ കാര്യാലയത്തിന് സമീപം കടത്തിണ്ണയിൽ കഴിയുന്ന വൃദ്ധന് ഒപ്പമിരുന്ന് ഭക്ഷണം നൽകും. അവധി ദിനമാണെങ്കിൽ പോലും ഭക്ഷണം നൽകാൻ വേണ്ടി മാത്രം 20 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് ആലുവയിലെത്തും. അപ്രതീക്ഷിതമായി ക്യാമറ കണ്ട റൈമി ആദ്യം പ്രതികരിക്കുവാൻ തയ്യാറായില്ല. ജോലിക്ക് പോകുന്ന വഴിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ ക്ഷീണിതനായ വൃദ്ധന്റെ അവസ്ഥ നിത്യവും ഭക്ഷണം നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് റൈമി പറഞ്ഞു. ഞാൻ നടന്നു വരുമ്പം ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ അന്ന് ഫുഡ് ഉണ്ടാവും, ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആൾക്ക് കൊടുത്തു. അപ്പൊ അത് കഴിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ആൾക്ക് പൈസ ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടു കഴിഞ്ഞപ്പോ. പിന്നെ ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്, രാവിലെ ഫുഡ് കൊടുക്കാറുണ്ട്. 11 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ വരും എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അതിപ്പം ഞങ്ങളുടെ ഓഫീസിന്റെ പുതിയൊരു ഓഫീസിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വർക്ക് കുറവാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയായാലും ഫുഡ് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മാറ്റി വെക്കാറുണ്ട്. യൂത്തിനോടാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാള് വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് ഫുഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വഴി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇതിനായി ഓരോ മാസവും ശമ്പളത്തിൽ നിന്നും ഒരു തുക മാറ്റിവെക്കുന്നുണ്ട്. കായംകുളം സ്വദേശിയായ തോമസ് 2 വർഷത്തോളമായി ആലുവയിലെ ഈ കടത്തിണ്ണയിലാണ് കഴിയുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം വീട് വിട്ടു പോന്നതാണ് കടത്തുകാരൻ കൂടിയായ തോമസ്. അനുകമ്പയുള്ള ഒരു നോട്ടം പോലുമില്ലാതെ 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന വഴിയരികിൽ റൈമി ഭക്ഷണവുമായെത്തുന്നതും കാത്തിരിക്കുകയാണ് ഇയാൾ. ACV ന്യൂസ്, ആലുവ.